നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. കാരണം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നമുക്കൊരു ഭിക്ഷാചിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ജീവിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ചെല്ലാനം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണമാലിയിലുള്ള പുത്തൻതോട് ബീച്ചിലാണ്. ഇന്നത്തെ ചെല്ലാനം മീഡിയയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കണ്ണമാലിയിലുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുക എന്നതാണ്. അതാരാന്നല്ലേ? ചില മനുഷ്യരുണ്ട് ജീവിതത്തിലെ ചില പ്രതിസന്ധികളെല്ലാം വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് നേരിട്ടുകൊണ്ട് കടന്നു വരുന്നവർ. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, തന്നെ പോലെ വിഷമിക്കുന്നവരെ അവരുടേതായിട്ടുള്ള ആത്മവിശ്വാസവും പ്രചോദനവും കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആളാണ് നമ്മളുടെ കൂടെയുള്ളത്. അത് മറ്റാരുമല്ല, കണ്ണമാലി സ്വദേശിയായ ലൈബിനാണ്, അഗസ്റ്റിൻ ലൈബിനാണ്. അപ്പോൾ നമുക്ക് അഗസ്റ്റിൻ ലൈബിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലൈബിൻ, ചെല്ലാനം മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം വളരെ പരിചിതമായ ഒരു മുഖമാണ് ലൈബിൻ്റേത്. കണ്ണമാലിയിൽ എവിടെയാണ് താമസം? എന്ത് ജോലി ചെയ്യുന്നു? കണ്ണമാലിയിൽ പള്ളിയുടെ പടിഞ്ഞാറ് വശമാണ് എൻ്റെ വീട്. ഞാനൊരു 9 വർഷം ഗൾഫിലായിരുന്നു, അലൂമിനിയം ഫാബ്രിക്കേറ്റർ ആയിരുന്നു. ഇപ്പോൾ കണ്ണമാലിയിൽ ഓട്ടോ സ്റ്റാൻഡിൽ TDK എന്ന് പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കണം. ജീവിതത്തിലെ വളരെ വലിയൊരു പ്രതിസന്ധിയെ ധൈര്യപൂർവ്വം നേരിട്ട ഒരാളാണ് ലൈബിൻ. ആ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ പ്രതിസന്ധി പെട്ടെന്ന് മുൻകൂട്ടി ചിന്തിച്ചിരുന്ന ഒരു കാര്യമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എല്ലാവരെയും പോലെ ഞാനും നോർമലായിട്ട് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത്. അത് ഉണ്ടായപ്പോൾ 1.5 വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ചാപ്പന്മാർ, ആൻറ്റിമാർ, എൻ്റെ അനിയൻ, പിന്നെ എല്ലാത്തിനും എൻ്റെ സുഹൃത്തുക്കൾ. ഈ പ്രതിസന്ധി വന്നപ്പോഴേക്കും സാധാരണ നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാട് വരുമ്പോൾ എല്ലാവരും ഉണ്ടാകത്തില്ല, കൂട്ടുകാരുണ്ടാകത്തില്ല, സ്വന്തക്കാരുണ്ടാകത്തില്ല. അങ്ങനെയുള്ള അറിവൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, കാരണം എന്നെക്കൊണ്ട് ഇനി ആർക്കും വലിയ ഗുണമുണ്ടാകുന്നില്ല എന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ആ സമയത്ത് എൻ്റെ കൂടെ എല്ലാവരും കട്ടക്കുണ്ടായിരുന്നു. എൻ്റെ വൈഫാണെങ്കിലും എൻ്റെ ബന്ധുമിത്രാദികളാണെങ്കിലും അനിയൻ, ഫ്രണ്ട്സ്, എല്ലാവരും ഈ നിമിഷം വരെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രചോദനമായത്. ആരും ഒരു സ്ഥലത്തും എന്നെ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ഒരു കുറവുള്ള ആളായിട്ട് ഇതുവരെ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ആ ഒരു ധൈര്യവും കോൺഫിഡൻറ്റുമായിട്ടാണ് ഞാൻ മുമ്പിലേക്ക് പോകുന്നത്. ലൈബിൻ, പിന്നീട് ഇതുപോലെ വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് ലൈബിന് ആശ്വാസമാവുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ലൈബിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ആർട്ടിഫിഷ്യൽ ലിംബാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ലിംബ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നത് അമൃത ഹോസ്പിറ്റലിലെ സതീഷ് എന്ന് പറഞ്ഞൊരു സതീഷ് ഏട്ടനാണ്. പുള്ളിയാണ് ഇത് വെച്ച് തന്നതും ഇതിന് വേണ്ട എങ്ങനെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റൈലുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഞാൻ നടക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീഡിയോസ് എടുക്കുമായിരുന്നു. വീഡിയോസ് എടുത്തിട്ട് പുള്ളി അത് മറ്റുള്ള പേഷ്യൻസിനെ കാണിക്കുമായിരുന്നു. എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ, അമൃത ഹോസ്പിറ്റലിൽ തന്നെ മിക്കവരെയും കണ്ട ഈ ലിംബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നടക്കാം, വണ്ടി ഓടിക്കാം, സൈക്കിൾ ചവിട്ടാം, അങ്ങനെയുള്ള ഇതിന് എൻ്റെ വീഡിയോസാണ് കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ കുറവ് എന്ന് പറയുന്ന ഈ സംഭവം ഇതാരെയും ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെ. ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും എൻ്റെ കാലിൻ്റെ ഒരു കുറവ് ഞാൻ ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല. അത് കാരണം കൂടുതൽ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നപ്പോഴാണ് കണ്ണമാലിയിൽ തന്നെ പലരും എനിക്കിങ്ങനെ ഒരു കാലില്ല, ആർട്ടിഫിഷ്യൽ ലിംബാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് കുറേ പേര് എന്നെ തിരക്കി വരികയും എന്നോട് വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാനായിട്ട് കാരണം എന്നോട് അവർ പറഞ്ഞു, ഒരുപാട് ഇങ്ങനെ ഈ ആക്സിഡൻറ്റിൽ ചെറുപ്പക്കാർ 20-നും ഒരു 35 വയസ്സിനും ഇടയിലുള്ള ഒരുപാട് പേര് ആക്സിഡൻ്റായിട്ട് കാല് മുറിച്ചു മാറ്റുന്നു, അല്ല ജോലി സ്ഥലങ്ങളിലുണ്ടാകുന്ന ആക്സിഡൻറ്റ്. അപ്പോൾ അവരൊക്കെ ജീവിതത്തിലേക്ക് ഇനി എന്ത് ചെയ്യും, ജീവിതം അവസാനിച്ച്
ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 2 കാലുണ്ടായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഓടിയെത്താൻ പറ്റുന്നില്ല. ഒരു കാല് വെച്ച് എങ്ങനെ ജീവിക്കും എന്നുള്ള ഇതിൽ കുറേ പേര് സങ്കടപ്പെട്ട് ഇരുട്ടിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് എൻ്റെ വീഡിയോ പ്രചോദനമാകുന്നുണ്ട്, ഇവർ കാണിക്കുന്നുണ്ട്, വന്നിട്ട് എന്നോട് പറയാറുണ്ട്. ലൈവിന് ഈ വീഡിയോ കാണിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അവർ പെട്ടെന്ന് കാല് വെക്കണമെന്ന് പറഞ്ഞ്, ലൈവിനെ പോലെ നടക്കണമെന്ന് പറഞ്ഞ്. അതേപോലെ എന്നെ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇവരുടെ കൂടെ ആ പേഷ്യൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ചിലപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ഇങ്ങനെ എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട് വിളിച്ച് ചോദിക്കാനായിട്ട്. അപ്പോൾ പലരും എന്നെ കണ്ടിട്ട് പ്രചോദനമാകുന്നു എന്നുള്ള ഒരു ന്യൂസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ അത്ഭുതമായി. ഞാൻ ഭയങ്കര സംഭവമാണല്ലോ അന്ന്. അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ എന്നെ അവിടെ മോട്ടിവേഷൻ സ്പീക്കിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ഞാനവിടെ ചെല്ലാറുണ്ട്. മറ്റുള്ളവർ എനിക്ക് തോന്നുന്നു ഞാനവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡോക്ടറിനോട് ചോദിക്കണേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്നോടാണ് ചോദിക്കണത്. ആളുകളെല്ലാവരും വന്നിട്ട് ഈ കാല് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാല് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഇത് ഈ ആർട്ടിഫിഷ്യൽ ലിംബ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതൊക്കെ എല്ലാവരും എന്നോടാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്ഭുതം തന്നെയാണ്. ഈ അവസ്ഥയിൽ ഞാനിങ്ങനെ ഒരു ലെവലിൽ വരുമെന്ന് ഒരിക്കലും ഓർത്തില്ല. ഞാനും ഇതേപോലെ കാല് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി എൻ്റെ ജീവിതം എന്താവും. അപ്പോൾ വീട്ടിൽ വൈഫുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. എനിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, അങ്ങനെയുള്ള ചിന്തകളായിരുന്നു എനിക്ക്. എല്ലാവരും എൻ്റെ ചുറ്റും എല്ലാ സപ്പോർട്ടും തന്ന് എൻ്റെ കൂടെ എൻ്റെ കൊച്ചാപ്പന്മാരുണ്ട്, ആൻറ്റിമാരുണ്ട്, അനിയനുണ്ട്, സുഹൃത്തുക്കളുണ്ട്, മറ്റു ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ എന്ത് ജോലി എടുക്കും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോൺഫിഡൻറ്റ് വന്നു. ഇപ്പം നടക്കാൻ തുടങ്ങി, മറ്റുള്ളവരുടെ ഒപ്പം നടക്കണം, അല്ലെങ്കിൽ 2 വീലർ ഓടിക്കണം, കാർ ഓടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു ആദ്യം. ലൈബിൻ തുടർന്നും ഇതുപോലെ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യാൻ പ്ലാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി മനോരമ പേപ്പറിൽ ആ ഒരു ആർട്ടിക്കിൾ വന്നതോടെയാണ് എല്ലാവരും അറിയാൻ തുടങ്ങിയത്. കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ട്, കുറേ പേര് അഭിനന്ദനങ്ങൾ അറിയിക്കാനായിട്ട്. മറ്റു ചിലർ ഈ ഇതേപോലെ എന്നെപ്പോലുള്ള കുറേ പേര് വിളിക്കുന്നുണ്ട്. ഇതെന്താണ് ഇനി നമ്മൾ എന്തെങ്കിലും അവർക്ക് കുറേ ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ഞങ്ങൾക്ക് തന്നെ ഇത് ഭയങ്കര പ്രചോദനമായി, ചേട്ടനിങ്ങനെ വണ്ടി ഓടിക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, മോട്ടിവേഷൻ സ്പീക്കിന് പോകുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യം പറയുമ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റാണ് ഇതിന് പോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. അവിടുത്തെ സതീഷ് ചേട്ടൻ വഴിയായിട്ട് നീത്തു മേഡം എന്ന് പറഞ്ഞിട്ട് ഒരു മേഡമുണ്ട്. ആ മേഡമാണ് എന്നെ ഫസ്റ്റ് മോട്ടിവേഷന് വേണ്ടിയിട്ട് വിളിച്ചത്. അമൃത ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ ആ മേഡം എന്നെ ആദ്യം കണ്ടിട്ടില്ല, സതീഷ് ചേട്ടന് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാൻ ചെന്നപ്പോൾ പ്രോഗ്രാമൊക്കെ തുടങ്ങി. അപ്പോൾ സതീഷ് ചേട്ടൻ പറഞ്ഞു, നീ അങ്ങോട്ട് ചെല്ല്, ഫ്രണ്ടിലേക്ക് ചെല്ല്, ആ മേഡത്തിനെ കൈകൊണ്ട് കാണിച്ചിട്ട് ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചെന്ന് മേഡത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ മേഡം എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഈ സാറിന് ഇങ്ങനെ സംഭവിച്ചതാണ്, ആ സാറിന് അങ്ങനെ ഓരോ ഇതേപോലെ സർജറി കഴിഞ്ഞിരിക്കുന്നവർ, സർജറി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവർ, അവരുടെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരികയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് മേഡം പറഞ്ഞു, ഇനി നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്, കണ്ണമാലിയിൽ നിന്നാണ്, ഒരു ഓട്ടോ ഡ്രൈവറാണ്, ലൈബിൻ എന്നാണ് പേര്. അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ വെച്ച് മേഡത്തോട് പറഞ്ഞ്, മേഡം ഞാനാണ് ലൈബിൻ. അവരെല്ലാവരും അപ്പോഴേ ഞെട്ടി. കാരണം ഞാൻ ഈ നടന്ന് ആ വേദിയിൽ ചെന്ന് നിന്നപ്പോൾ ആരും വിചാരിച്ചില്ല ഇതൊരു ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ട് നടന്നു വന്ന ഒരാളാണെന്നോ, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ അതൊരു സ്റ്റാഫാണെന്ന് വിചാരിച്ചാണ് അവരെന്നോട് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അത് അവിടുത്തെ സ്റ്റാഫുകൾക്കും അവിടെ വന്നിരുന്നവർക്കും ഭയങ്കര ഒരു, ഞാൻ മോട്ടിവേഷന് പോയേ എന്താണ് ഉദ്ദേശിച്ചത് അതിലും വലിയൊരു സംഭവമായിട്ട് അവർക്ക് തോന്നുകയുണ്ടായി. ലൈബിൻ മോട്ടിവേഷൻ സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ അതിനിടയിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? മോട്ടിവേഷൻ സ്പീക്കിൽ ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, എന്നെ ഇതേപോലെ ഒരു പേഷ്യൻ്റ് വിളിച്ച്, നമ്മൾ ലൈബിൻ വെച്ചിരിക്കുന്ന പോലെ ലിംബാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ ആൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്,
അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കാണിച്ച് വണ്ടി ഓടിക്കുന്നതും നടക്കുന്നതും എല്ലാം കാണിച്ചിട്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളി ഇതേപോലെ ഇരിക്കുന്നതാണ്, കാലൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ നടക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ ഒരു കാല് സർജറിയിൽ മാറ്റി ഈ ആർട്ടിഫിഷ്യൽ ലിംബ് വെക്കുമ്പോഴേക്കും നമ്മൾ ഈ കാല് നമ്മളെ കൊണ്ട് പോകത്തില്ല. നമ്മൾ സ്വയം ഒരു ഇത് വേണം, എനിക്ക് നടക്കണം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കണം, എല്ലാവരുടെ ഒപ്പം പോകണം. അങ്ങനെ ഒരു ധൈര്യം നമ്മുടെ മനസ്സിന് കൊടുത്താലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കറിയാവുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പറഞ്ഞ് കഥകളും പറഞ്ഞ് എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു ധൈര്യമായി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി നടക്കുന്ന ഫോട്ടോയും വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്ന്. അവരിപ്പോഴും അങ്ങനെ കുറേ പേര് വിളിക്കുന്നുണ്ട്. ലൈബിന് എങ്ങനെയാണ് ഓട്ടോ ഓടിക്കുക എന്നുള്ളൊരു ഇത് വന്നത്? ഓട്ടോ ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് അത്യാവശ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടറും കൊണ്ടാണ് യാത്രകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകാനുണ്ടാവും, മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടാവും. അങ്ങനെ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് എറണാകുളത്ത് പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന്, ചേട്ടാ എനിക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, പണിയെടുക്കാൻ പറ്റത്തില്ല, ചായ കുടിക്കാനുള്ള എന്തെങ്കിലും തരണമെന്നും പറഞ്ഞു. ഞാനപ്പോൾ പുള്ളീനെ നോക്കിയപ്പോൾ പുള്ളിക്ക് കയ്യിൽ 2 ക്രച്ചസ് ഉണ്ട്. കാല് എൻ്റെ പോലെ ഒരു കാല് മുറിച്ചതാണ്, സർജറി ചെയ്തതാണ്. അപ്പോൾ ഞാൻ പുള്ളീനെ നോക്കിയിട്ട് പുള്ളിക്ക് അന്നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചായ കുടിക്കാനുള്ളൊരു പൈസ ഞാൻ കൊടുത്ത്. അപ്പം ഞാൻ ചിന്തിച്ച് നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. കാരണം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നമുക്കൊരു ഭിക്ഷാചിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം. എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു തൊഴിൽ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ ഓട്ടോറിക്ഷനെ കുറിച്ച്, എനിക്ക് ഓട്ടോ ഡ്രൈവിങ്ങിനോട് നേരത്തെ തൊട്ട് തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ഡ്രൈവറാകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതാകാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച്, ഒരു ഓട്ടോയാണെങ്കിൽ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് പോകാനും ആരുടെയും അണ്ടറിലല്ലാതെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോലിയുമാണ്. അങ്ങനെയാണ് ഓട്ടോറിക്ഷയിലേക്ക് എത്തിയത്. ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്നവരോട് എന്ത് സന്ദേശമാണ് ലൈബിന് കൊടുക്കാനുള്ളത്? ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്നവരോട് ഈ ഡിസബിലിറ്റി, ഇപ്പം ഞാൻ 2-3 ആളുകളെ കാണാനായിട്ട് പോയപ്പോഴേക്കും എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞത്, ചേട്ടാ ജീവിതം മടുത്ത്, ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, എനിക്കിനി മരിച്ചാൽ മതി, കാരണം അവർക്കിനി ജീവിക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 2-2.5 വർഷം മുമ്പ് ഉണ്ടായതാണ്. പക്ഷേ നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജന്മന വൈകല്യങ്ങളായിട്ട് നമ്മളെപ്പോലെ ജീവിതത്തിൻ്റെ ഈ നല്ല നിമിഷങ്ങളൊന്നും അവർക്ക് കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത് ഈ യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവരെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മളൊക്കെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ ഇതൊരു കുറവേ അല്ല. പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കാം. ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. ആർക്കും സൂയിസൈഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണം. ജീവിക്കുന്ന ഇതിൽ നമ്മളുടെ ലൈഫ് മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ല ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ ഒരു ചെല്ലാനം മീഡിയ എൻ്റെ ഇത് കവർ ചെയ്യുമെന്ന, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടാ പത്രത്തിൽ എൻ്റെ ഒരു ഫോട്ടോ വരുമെന്ന് ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഒതുങ്ങിക്കൂടി എൻ്റെ മേഖലയിൽ ഓട്ടോ ആയിട്ട് എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. ഇതൊന്നും വിചാരിച്ചിട്ടില്ല. അതിലും പല സ്ഥലത്തും പലരെയും ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ വാക്ക് തന്നെ എനിക്ക് അടുത്ത് തന്നെയാണ് കിട്ടിയത്. പലരെയും ഞാൻ ചെന്ന് കണ്ട് അവർക്ക് എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് പലരായിട്ടും സൗഹൃദമുണ്ട്. അവരിപ്പോഴും വിളിക്കും, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഇന്ന് ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മീഡിയ എന്നെ കവർ ചെയ്യാൻ വന്നത് തന്നെ എൻ്റെ ഈ
എല്ലാത്തിലേക്കും കയറിയുള്ള അറ്റാക്കായിരിക്കും. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നെ കവർ ചെയ്യാൻ വന്നേക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും നമ്മുടെ കുറവുകൾ കുറവായിട്ട് കാണാണ്ട് സമൂഹത്തിൽ എല്ലാവരുടെ ഒപ്പം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറവുകളില്ലാത്ത മനുഷ്യരില്ലെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു വിഷമം വന്നാൽ പോലും പെട്ടെന്ന് തളർന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്ക് എല്ലാവർക്കും തന്നെ കുറവുകളുണ്ട്. ആ കുറവുകളെല്ലാം നിറവുകളാക്കി എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നത്. ഇത് ക്രിസ്മസ് കാലഘട്ടമാണ്. സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു കാലഘട്ടം. നമുക്കൊപ്പം ഈ ഒരു കാലത്തും വളരെ ആത്മവിശ്വാസത്തോടു കൂടി സ്വജീവിതം മാതൃകയാക്കിയ ലൈബിന് ചെല്ലാനം മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ലൈബിനോട് ചെല്ലാനം മീഡിയക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഒരു പ്രതിസന്ധികളിൽ തരണം ചെയ്ത് ജീവിക്കുന്നവർക്ക് വളരെ പ്രചോദനവും പ്രോത്സാഹനവുമായി മാറാൻ ഇനിയും ലൈബിന് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ചെല്ലാനം മീഡിയയോടൊപ്പം ചെലവഴിച്ച ലൈബിന് ചെല്ലാനം മീഡിയയുടെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചെല്ലാനം മീഡിയയുടെ ഡയറക്ടർ ഉണ്ണി വളരെ കൊച്ചിലെ തന്നെ ഞങ്ങൾ അറിയാവുന്നതാണ്, തിക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇങ്ങനൊരു ഷൂട്ടിന് ഉണ്ണി വിളിച്ചപ്പോൾ തന്നെ സന്തോഷമായിരുന്നു. കാരണം ഈ ചെല്ലാനം മീഡിയയുടെ പല ഇതും FBയിലും എല്ലാം കാണുന്നുണ്ടെങ്കിലും എന്നെ കേന്ദ്രീകരിച്ച് ഇത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെല്ലാനം മീഡിയയുടെ ഡയറക്ടർ ഉണ്ണിക്കും അതേപോലെ സോണിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ലൈബിനും ചെല്ലാനം മീഡിയയുടെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് സോണി അജീഷ് ഫ്രം ചെല്ലാനം മീഡിയ.